എൻ്റെ പേര് MV ഗോവിന്ദൻകുട്ടിക്കിടാവും. നടുവണ്ണൂരാണ് സ്ഥലം. നടുവണ്ണൂര് ഞാനൊരു റിട്ടയേർഡ് പ്രിൻസിപ്പളാണ്. അപ്പോൾ അതിനനുസരിച്ച് ആണ് ഞാൻ ഈ സോളാർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. സോളാർ ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പേ എനിക്ക് ഈ 2 മാസം കൂടുമ്പോൾ KSEB 1800 1900 റുപ്യ ബില്ല് വരുമായിരുന്നു. അതിനുശേഷം സോളാർ ഫിറ്റ് ചെയ്തതിന് ശേഷം ഇപ്പം എനിക്ക് കറണ്ട് ചാർജ് 0 ആണ്. അത് പുറമെ ഇപ്പം മീറ്റർ റെൻറ്റും അതിൻ്റെ GST എല്ലാം കൂടിയാണ് 100-140 റുപ്യയാണ് മാസം വരുന്ന ചിലവ്. മൂപ്പൻസിൽ ഞാനിവിടുന്ന് ഓരോ പ്രാവശ്യവും വിളിക്കുമ്പോൾ എല്ലാ സംഗതിക്കും അവർ അന്നേരം തന്നെ ആൾക്കാരെ ഇങ്ങോട്ട് വിട്ടു തരാറുണ്ട്. അതുകൊണ്ട് വളരെ കോപ്പറേറ്റീവായിട്ട് യാതൊരു പ്രശ്നവും ഇല്ലാതെ ഈ 2 ദിവസം കൊണ്ട് ഈ പരിപാടി തീർന്നിരിക്കും. പക്ഷെ ഇത് മാത്രമേ ഉള്ളൂ, പണം ആദ്യം കൊടുക്കണം. അത് മാത്രമേ പ്രശ്നമുള്ളൂ. പണം കൊടുത്താൽ ഒരു പ്രശ്നമില്ല. സോളാർ ഫിറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഇപ്പോൾ ഗ്യാസ് ഉപയോഗിക്കാറില്ല, ഇൻഡക്ഷൻ കുക്കറാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ഫ്രിഡ്ജ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ എല്ലാ റൂമിലും ഫാൻ ഉണ്ടായിരുന്നു ഇവിടെ വീടിൽ. ഈ ഫാനുകൾ മുഴുവൻ ഉപയോഗിച്ചാലും എല്ലാം വന്നാലും എനിക്ക് ഇപ്പോഴും 0 ആണ് വരുന്നത്. എന്തുപയോഗിച്ചാലും ഫ്രിഡ്ജും ഇൻഡക്ഷൻ കുക്കറോ അതല്ലെങ്കിൽ ഹീറ്ററോ അയൺ ബോക്സോ ഇതൊക്കെ ഉപയോഗിച്ചാലും എനിക്ക് ആകെ വരുന്ന ചിലവ് ഈ 130-140 റുപ്യയുള്ളൂ. സോളാർ വെക്കാൻ വേണ്ടി എൻ്റെ അനുഭവം ചോദിച്ച് പലരും ഇവിടെ വരികയും ഇത് കാണുകയും ചെയ്തതിന് ശേഷം പലരെയും ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. നല്ല വെയിലുള്ള സമയമാണെങ്കിൽ കൃത്യമായിട്ടും ഈ 3 കിലോ വാറ്റാണ് ഞാൻ ഇവിടെ ഫിറ്റ് ചെയ്തത്. ആ 3 കിലോ വാറ്റിൽ 12 യൂണിറ്റ് വരെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. കാലാവസ്ഥയുടെ അനുസരിച്ച് ഒരു അല്പ ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാകുന്നല്ലാതെ എന്നെ സംബന്ധിച്ചിടത്തോളം മിക്കവാറും മാസങ്ങളിൽ ഈ യൂണിറ്റ് ഒരു മാസത്തിലാണെങ്കിൽ 360 യൂണിറ്റിൽ ഒരു 340, 330, 320 യൂണിറ്റുകൾ പ്രൊഡക്ഷൻ നടത്തുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ ഇലക്ട്രിക് ചാർജ് വരുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ സോളാർ ഫിറ്റ് ചെയ്തുകൊണ്ട് ഒരു പ്രയാസവും ഇല്ല. ഒരു ഇടിമിന്നൽ വരികയാണെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എല്ലാ സൗകര്യവും അവർ ചെയ്തിരുന്നുണ്ട്. പിന്നെ എർത്ത് ചെയ്ത് നല്ല ഭംഗിയായ എർത്തിങ് നടത്തുന്നുണ്ട്. അതുകൊണ്ട് യാതൊരു പ്രശ്നവും ഈ സോളാർ കൊണ്ട് ഒരു പ്രശ്നവുമില്ല. വെറും കറണ്ട് ഉപയോഗിക്കുന്ന ഒരു പേടി വരെ നിങ്ങൾക്കാർക്കും വേണ്ട. എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് കഴിയുന്നതും കൂടുതൽ ഇലക്ട്രിസിറ്റി ചാർജ് കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഈ സോളാറിലേക്ക് മാറുകയാണെങ്കിൽ വളരെ നല്ല ഒരു കാര്യമായിരിക്കും എന്ന് എനിക്ക് പറയാനുള്ളൂ.